സങ്കീർത്തനങ്ങളിൽ നിന്നും ഒന്നാം സങ്കീർത്തനം ധ്യാനമായി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലാം. ആമേൻ. ഒന്നാം സങ്കീർത്തനം മനുഷ്യരുടെ രണ്ട് ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ധ്യാന സങ്കീർത്തനമാണ് ഒന്നാം സങ്കീർത്തനം. ഒന്ന്, ഈ ലോകപ്രകാരമായിരിക്കുന്ന മോഹങ്ങൾക്ക് അടിമപ്പെട്ട സാങ്കല്പികമായിരിക്കുന്ന ജീവിത ശൈലികളെ ഓർത്തുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതായ ജീവിത അനുഭവം. രണ്ടാമത്തേത്, ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ആത്മീയതകളെ അന്വേഷിച്ച് ദൈവത്തിന്റെ ആലയത്തിലായി അവനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ ജനത്തെ കുറിച്ച് രണ്ടുപേർക്കും വരുന്ന നന്മയും അനർത്ഥങ്ങളെയും കുറിച്ചാണ് ഈ ഒന്നാം സങ്കീർത്തനം വ്യാഖ്യാന ചിന്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒന്നാം സങ്കീർത്തനം അതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇത് ഒന്നാം മനുഷ്യനായിരിക്കുന്ന ഈ ലോകത്തിന് അടിമപ്പെട്ട ഒരു ഫാന്റസി ലോകത്തിൽ ജീവിക്കുകയാണ്. ജീവിതവും ജീവിത ശൈലിയും യാത്രകളും വഴികളും കുടുംബ ജീവിതങ്ങളും സകലതും മനുഷ്യൻ ഒരു സാങ്കല്പികമായി കണ്ടുകൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്ന ക്രിസ്തുവിന്റെ അനുഭവത്തെ മാറ്റിവെച്ചിട്ട് ഈ ലോകമോഹങ്ങളിൽ ജീവിക്കുകയാണ്. ആമേൻ. ദുഷ്ടൻ അല്ലെങ്കിൽ പിശാച്, പിശാചിനെ 20 പേരുകളിൽ അറിയപ്പെടുന്നതിൽ ഒരു പേരാണ് ദുഷ്ടൻ അല്ലെങ്കിൽ പിശാച്. അവൻ നിനക്ക് കൺമോഹങ്ങളെ തരും, ഈ ലോകമോഹങ്ങളെ നിനക്ക് തരും. സാങ്കല്പികമായിരിക്കുന്ന ജീവിത ശൈലിയിലേക്ക് കടന്നു ചെന്ന ആമേൻ ആഡംബര ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭ്രമങ്ങളെയും നിനക്ക് തരും. കൺമോഹങ്ങൾ, കാണുന്നതിനെ എല്ലാം സ്വന്തമാക്കണമെന്ന ആഗ്രഹം, ഈ കാണുന്നത് എന്റേത്, എനിക്ക് വേണമെന്ന ദുരാഗ്രഹം, അത് മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ആമേൻ. രണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്റെ ജീവിതം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ ആഡംബരത്തോടുകൂടെ ജീവിക്കണമെന്ന അവന്റെ മനസ്സിനെ വ്യഗ്രതയുണ്ടാക്കി പലവിധമായിരിക്കുന്ന സാമ്പത്തികത്തിന്റെ നടുവിലും ചെന്നു വീഴുന്ന അവൻ വളരെയധികം നീറിപ്പുകഞ്ഞ മാനസികമായി തകരപ്പെടുന്ന അവസ്ഥകൾ. ആമേൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദുർമാർഗങ്ങൾ വിളങ്ങുന്നതായ മദ്യവും മയക്കുമരുന്നുകളും നിറയപ്പെട്ട ഈ ലോകത്തിൽ അവൻ ദുഷ്ടന്മാരുടെ ഇടയിൽ പ്രവേശിച്ചിട്ട് പരിഹാസപാത്രമായി അവൻ തീരുകയും ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ ഈ ലോകത്തിൽ അടിമപ്പെട്ട ദുഷ്ടൻ അല്ലെങ്കിൽ പിശാചിനാൽ അവൻ നശിച്ചു പോകുന്നു. ദൈവം മനുഷ്യന് ഈ ഭൂമിയിൽ പാർത്ത ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളെ സ്തോത്രത്തോടുകൂടി അനുഭവിപ്പാൻ തന്നു. ഒന്ന്. രണ്ടാമതായി അവന് നല്ലൊരു കുടുംബ ജീവിതത്തെ നൽകി. ഈ ഭൂമിയെയും കുടുംബത്തെയും ദൈവം നൽകിയ ദാനമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്തോത്രത്തോടുകൂടി ജീവിപ്പാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നീ ദീർഘായുസ്സോടുകൂടെ ഇരിക്കും. കുടുംബത്തിൽ നീ സ്വർഗപിതാവിന്റെ സാന്നിധ്യം അനുഭവിക്കും. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ നൽകി. ആമേൻ. അവൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ
ആമേൻ പുരുഷനോടുകൂടെ ചേരും. അവർ ഇനി രണ്ടല്ല, ഒന്നത്രേ, ഒരു ദേഹം. ആമേൻ. കുടുംബജീവിതം ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട കൂദാശ. ആ കുടുംബജീവിതത്തിന് ദുഷ്ടൻ, പിശാച നശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദുഷ്ടന്റെ മോഹങ്ങൾ നീ വീണ് നശിച്ചു പോകരുത്. ആമേൻ. രണ്ടാമതായി പറയുന്നത് നീതിമാനായിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ എത്ര പേര് ഭാഗ്യവാൻ, ഭാഗ്യവതികളെന്ന് നമ്മൾ എത്ര പേര് പറയും? നമ്മൾ പറയും, അയ്യോ ഞാൻ നിർഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. ഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ യഹോവയുടെ ന്യായപ്രമാണം എന്താ? അവൻ തിരുവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ആമേൻ. ഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ? യഹോവയുടെ ന്യായപ്രമാണം വായിക്കും, അവൻ പ്രാർത്ഥിച്ചിരിക്കും, ദൈവം നൽകിയ വചനത്തെ ധ്യാനിച്ചും കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അവൻ നൽകപ്പെട്ടതായ നന്മകളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ ആരാധിക്കുന്ന മകൻ ഭാഗ്യവാനായിരിക്കുന്നവൻ. ആലയത്തിൽ പ്രവേശിച്ചിട്ട് ദൈവ സാന്നിധ്യം നിറയുന്ന സ്ഥലത്തിൽ നിന്നും അവന്റെ ആവശ്യത്തെ പറഞ്ഞ് നേടി സ്വീകരിച്ചുകൊണ്ട് അവൻ കടന്നുപോകും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ലോകത്തിലെ അവൻ കണ്ണുകൊണ്ട് ആഗ്രഹിക്കുന്നതിനെ അല്ല, ആമേൻ, ദൈവം സ്തോത്രത്തോടുകൂടെ അനുഭവിപ്പാൻ തന്നതിനെ സകലതിനെയും സന്തോഷത്തോടുകൂടെ കണ്ട് തൃപ്തനായി അവൻ സ്തോത്രത്തോടുകൂടെ സ്വീകരിക്കും. അപ്പോൾ ലോകത്തിലുള്ള സകലതും അവന് അനുഗ്രഹമായി തീരും. അവൻ എങ്ങനെ? ഭാഗ്യവാനായിരിക്കുന്നവന് ദൈവിക നന്മയും ഭൂമിയിലെ നന്മയും ജീവിച്ചിരിക്കുന്ന നാളുകൾ മുഴുവനും അവന് അനുഭവിച്ചെടുക്കുവാൻ കഴിയും. അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാനായിരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. ഇപ്പോൾ നല്ല വേനലാണ്. എല്ലാ സ്ഥലങ്ങളിലും മരങ്ങളുടെ ഇലകൾ കൊഴിയപ്പെടുന്നു, വൃക്ഷങ്ങൾ ഉണങ്ങുന്നു. എന്നാൽ നമ്മൾ തൊട്ടടുത്ത ആറ്റിനരികിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. വൃക്ഷങ്ങളുടെ ഇലയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അത് പുഷ്ടി വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആമേൻ. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പൊന്മുടിയുണ്ട്. പൊന്മുടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ താഴ്ഭാഗത്തിലേക്ക്, നമുക്കറിയാം ഈ ആറ് പോകുന്ന ഭാഗങ്ങൾ അറിയാം, ഒന്ന് വീക്ഷിച്ചു നോക്കിയാൽ ഒരു ചാല് പോലെ വൃക്ഷങ്ങൾ രണ്ട് സൈഡിലും നല്ല പച്ചപ്പോട് നിൽക്കും. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം മരങ്ങൾക്കൊരു ശേഷിപ്പും ആമേൻ കരിയപ്പെട്ട ഇലയും കാണും. ആമേൻ. എന്തുകൊണ്ടാ? സമൃദ്ധിയുടെ ജലം അവിടെയുണ്ട്, ഫലപുഷ്ടമായിരിക്കുന്ന വളവും അവിടെയുണ്ട്. അതുകൊണ്ട് ആറ്റരികിൽ നിൽക്കുന്നതായ വൃക്ഷം ആമേൻ തഴച്ചു വളരുന്നത് പോലെ ഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിൽ ആരാധിച്ച് വിശുദ്ധ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആലയത്തിന്റെ നടുവിൽ അവനായിരിക്കുമ്പോൾ അനർത്ഥങ്ങൾ സകലതും അവനെ ആഞ്ഞടിച്ചാലും ശരി, അവന് ഒന്നും സംഭവിക്കാതെ നീതിമാനായിരിക്കുന്ന ദൈവം അവനെ തഴച്ചു വളർത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദുഷ്ടത ചിന്തിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവന് എതിരായി ദോഷം ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും അവന്റെ ഭവനം നാശവും വേദനയും കണ്ണുനീരും രോഗവും ദുരിതവും പ്രതികൂലങ്ങളുമായി ആമേൻ നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും വേദനയിൽ അവനായി തീരും. എന്തുകൊണ്ടാ?
നീ ജീവനുള്ള ദൈവത്തിന്റെ മകനെ സ്പർശിക്കുവാൻ, ആരാധിക്കുന്ന വ്യക്തികളെ നശിപ്പിക്കുവാൻ നിനക്ക് അവകാശമില്ല എന്നും സ്വർഗസ്ഥ പിതാവിന്റെ കൃപ എന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ടും ആമേൻ, ഈ ലോകത്തിന്റെ അധിപനായിരിക്കുന്ന പിശാചിൽ ലോകമോഹത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ തലകളെ തകർക്കുവാൻ ശക്തി ക്രിസ്തുവിൽ ആരാധിക്കുന്ന മക്കൾക്ക് അവൻ നൽകപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാർ അങ്ങനെയല്ലേ, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ദുഷ്ടന്മാർ ദൈവനീതിയില്ലാതെ പ്രവർത്തിക്കുന്നവൻ. ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്നതും കാണുവാൻ കഴിയാത്തതുമായ മൂന്നുണ്ട്. അതിൽ ഒന്ന് കാറ്റ്. ആമേൻ. കാറ്റിനെ സ്പർശിക്കുവാൻ കഴിയും, കാണുവാൻ കഴിയത്തില്ല. ന്യായവിധി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. ആമേൻ. വീണ്ടും പറയുന്നത്, നാശം നിനക്ക് വരും. ആമേൻ. നാശം നീ അനുഭവിച്ചിട്ടുണ്ടോ? ആമേൻ. കാറ്റ് നീ കണ്ടിട്ടില്ല, ന്യായവിധി നീ അനുഭവിച്ചിട്ടില്ല, നാശം നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്നത് നീ അറിയുന്നതും ഇല്ല. എങ്ങനെയുള്ള മനുഷ്യൻ? ദൈവത്തെ രാപ്പകൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഭാഗ്യവാൻ എന്ന് പറയപ്പെട്ട മനുഷ്യര് എതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടതയുള്ളതായ മനുഷ്യൻ കാറ്റു പാറ്റുന്ന പതിർ പോലെ അത്രേ. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നോ എന്ന് അറിയാതെ നിന്റെ ജീവിതത്തിൽ വലിയ ഒരു നാശം വരുവാൻ പോകുന്നു എന്നും അത് നിന്നെ എങ്ങനെയാക്കി തീർക്കുമെന്നും നീ അറിയുവാൻ കഴിയാതിരിക്കുന്നത് പോലെ വിശ്വസ്തനായിരിക്കുന്ന ക്രിസ്തു നിന്നെ ന്യായവിധിക്കുവാൻ പോകുന്നു എന്ന് ആമേൻ ആ ഭാഗത്തിൽ പറയുകയാണ്. ആമേൻ. അഞ്ചാമതായി, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. ആരാണ് പാപികൾ? ആരാണ്? ഹല്ലേലൂയ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. പുതിയ നിയമത്തിന്റെ ആരാധനയുടെ അടയാളം. ആമേൻ. എന്താണ് പുതിയ നിയമത്തിന്റെ ആരാധനയുടെ അടയാളം? പുതിയ നിയമത്തിന്റെ ആരാധന ക്രിസ്തുവായിരിക്കുന്നു. ആ ക്രിസ്തുവിൽ ആരാധിക്കപ്പെടുന്നതായ വ്യക്തികൾക്ക് പുതിയ നിയമത്തിന്റെ ആരാധനയുടെ അടയാളം ലഭിക്കപ്പെടും. ഒന്ന്, ആമേൻ, പുതിയ നിയമത്തിന്റെ അടയാളം ആലയത്തിൽ ആരാധിക്കുന്നത്. രണ്ട്, വിശുദ്ധ വചനം വായിക്കുന്നത്. മൂന്ന്, പ്രാർത്ഥിക്കുന്നത്. നാല്, തിരുവചനം കേൾക്കുന്നത്. അഞ്ച്, ദൈവാലയത്തിന്റെ പുനരുത്ഥാനം. ആറ്, ദശാംശം നൽകുന്നത്. ഏഴ്, വിശ്വസ്തയോടുകൂടെ കർത്താവിനെ ആരാധിക്കുന്നത്. എട്ട്, രോഗസൗഖ്യം. 9, ഭൂതങ്ങൾ പുറത്താവുന്നത്. 10, അന്യഭാഷാവരം. 11, പ്രവചനാഭരം. ആമേൻ. 12, ദൂതന്മാരുടെ കൃപകളുടെ ശക്തി. ഇത് പുതിയ നിയമത്തിന്റെ ആരാധനയുടെ ഫലം. ഈ ആരാധനയിൽ ക്രിസ്തുവിനെ ആരാധിക്കപ്പെടുമ്പോൾ അവന്റെ മുൻപിൽ പാപികൾ അല്ലെങ്കിൽ ദുഷ്ടത്തരം ചെയ്യുന്നവൻ ആലയത്തിനകത്ത് അവൻ ഇരിക്കത്തില്ല. അവനെ ആലയത്തിൽ നിന്നും ആരാധനയുടെ ആത്മാവ് അവനെ പുറത്താക്കും. ഹല്ലേലൂയ. നമ്മൾ പറയും, അയ്യോ ആലയത്തിൽ ആരാധനയില്ല, ആരാധനയിൽ വിശ്വാസികളില്ല. എന്തുകൊണ്ടാ? പുതിയ നിയമത്തിന്റെ ആരാധനയുടെ ഫലം വിശുദ്ധന്മാരെ സഭയിൽ ചേർത്ത് അവൻ ആരാധിച്ചു തുടങ്ങുമ്പോൾ പുതിയ നിയമത്തിന്റെ ആരാധനയുടെ ഫലമായി അശുദ്ധിയുടെ ദുഷ്ടാത്മാവിനെ ആലയത്തിൽ നിന്നും പുറത്താക്കും. ആമേൻ. അടുത്ത ഭാഗത്തിൽ ആറാമതായി പറയുന്നത്, യഹോവയുടെ ആമേൻ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി രാവിലെയും വൈകുന്നേരത്തും തിരുവചനം വായിച്ചു പ്രാർത്ഥിച്ച എന്റെ യാത്രകളെയും വഴികളെയും ക്രിസ്തു
ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടതിനു ശേഷം ഞാൻ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്റെ വഴി അറിയുന്ന ദൈവം എന്റെ മുന്നമേ കടന്നു ചെന്ന എനിക്ക് വരുന്ന ആപത്തുകളും അനർത്ഥങ്ങളെയും മാറ്റി ഈ ഭൂമിയിൽ നിന്റെ ആഗ്രഹങ്ങളെ സ്തോത്രത്തോടുകൂടെ ഉപയോഗിക്കുവാൻ നീ ആമേൻ അനുഗ്രഹത്തിന്റെ വഴികൾ തേടുന്നുവെങ്കിൽ നിന്റെ യാത്രകൾ വഴികൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അപ്പോൾ നീയും നിനക്കുള്ളതും നിന്റേതും ആലയത്തിന് നിവേദ്യം അല്ലെങ്കിൽ യാഗമായി സമർപ്പിക്കണം. യാഗമോ പഴയ നിയമ കാലഘട്ടത്തിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട് ക്രിസ്തുവിൽ നിന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്ക. അല്ലാത്ത ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയായി തീരും. അല്ലയോ ദൈവമക്കളെ, ഈ 1-ാം സങ്കീർത്തനത്തിന്റെ പൊരുളുകൾ നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച് ധ്യാനിച്ചു എങ്കിൽ നിശ്ചയമായും യാഗമല്ല, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ആമേൻ പുതിയ നിയമത്തിന്റെ ആരാധനയോ എന്നെ വിശുദ്ധീകരിച്ച നന്മയായി നിറയ്ക്കുന്നു. ആ ക്രിസ്തു നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.